ഇന്ന് നമ്മൾ ലൈറ്റിംഗ് കൺട്രോൾ അല്ലെങ്കിൽ ലൈറ്റിംഗ് ഓട്ടോമേഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് കൺട്രോൾ? ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ലൈറ്റുകൾ ഓഫ് ചെയ്യുക, അതുപോലെ തന്നെ ആവശ്യമുള്ള സമയത്ത് ലൈറ്റുകൾ ഓൺ ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു റൂമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മൾ ഒരു നിശ്ചിത ലെക്സ് ലെവൽ എന്ന് വെച്ചാൽ ലൂമിനൻസ് ലെവൽ, നമ്മുടെ പ്രകാശത്തിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ലൂമിനൻസ് അല്ലെങ്കിൽ ലെക്സിലാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരു ലൂമിനൻസ് അല്ലെങ്കിൽ ഒരു ലെക്സ് ലെവൽ ഒരിടത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലെക്സ് ലെവൽ മെയിൻറ്റെയിൻ ആയിരിക്കണം. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോഴത്തേനും ആ ഭാഗത്ത് കുറച്ചും കൂടി ഇരുട്ടാകാം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ലൈറ്റുകൾ ഡിമ്മായോ അല്ലെങ്കിൽ ലൈറ്റുകൾ ബ്രൈറ്റ് ആയോ ആ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ലെക്സ് ലെവലിലേക്ക് കൊണ്ടുവരിക, ഓവർ ലൈറ്റിംഗ് ആകാതിരിക്കുക, എന്നാൽ ആ ഏരിയ അണ്ടർ ലൈറ്റിംഗ് ആകാതിരിക്കുക. അപ്പൊ ഇതിനെയാണ് നമ്മൾ ലൈറ്റിംഗ് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളിത് പല രീതിയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോ സ്റ്റെയർ കേസിലെ ലൈറ്റിംഗ് കണ്ടിട്ടുണ്ടാവും, ഗോഡൌണിലെ ലൈറ്റിംഗ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഓട്ടോമാറ്റിക്കലി ഓൺ ഓഫ് ആവുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചില ഏരിയകൾ ഇപ്പൊ സെക്യൂരിറ്റി ഏരിയ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെയർ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത ശതമാനം ലൈറ്റിംഗ് എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലെ. അപ്പോൾ നമുക്ക് എക്സിറ്റ് പോയിന്റ്സ് കാണണം എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ടാകുമ്പോഴും അപ്പോൾ ഒരു നിശ്ചിത ലെവലിൽ ലൈറ്റിംഗ് ഏത് സമയത്തായാലും ആ ഏരിയകളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ലൈറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ അതിനെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ഈ നമ്മുടെ പർപ്പസ് എല്ലാം സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റിങ്ങിനെ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ലൈറ്റിംഗ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ലൈറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് നമുക്ക് നോക്കാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻസേഴ്സ് വേണം അല്ലേ. അതായത് ഇപ്പോഴത്തെ ലെവലിൽ ഇപ്പോൾ ഒരാൾ റൂമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റൂമിൽ ലൈറ്റ് ഉണ്ടാകണം, അല്ലെങ്കിൽ അവിടെ ആളില്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലൈറ്റുകൾ ഓഫ് ആകണം. അപ്പോൾ ഒന്ന് നമുക്ക് ഒക്കുപ്പൻസി അല്ലെങ്കിൽ നമ്മൾ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസ് ഡിറ്റക്ടർ എന്ന് പറയും. ആ റൂമിൽ ആളുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സെൻസ് ചെയ്യണം. സെൻസ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സെൻസർ വേണം. ആ സെൻസർ എന്ന് പറയുന്ന ഒക്കുപ്പൻസി സെൻസേഴ്സ് ആവാം, മോഷൻ സെൻസേഴ്സ് ആവാം. നമ്മൾ ഒരാൾ നടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കോറിഡോറിലാണെന്നുണ്ടെങ്കിൽ അയാൾ നടന്നു വരുന്ന പാത്തിൽ ലൈറ്റ്സ് ഉണ്ടാവണം. അയാൾ നടന്നു കഴിഞ്ഞതിന് ശേഷം പോയതിനു ശേഷം ആ ലൈറ്റുകൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുകയും വേണം അല്ലെ. അപ്പൊ നമുക്ക് കോറിഡോറിൽ ലൈറ്റുകൾ ഓട്ടോമാറ്റിക്കലി അവരുടെ മൂവ്മെന്റ് അനുസരിച്ചിട്ട് ഓൺ ആവുകയും ആ ഒരു ഡിലേ കഴിഞ്ഞതിന് ശേഷം അത് ഓഫ് ആവുകയും വേണം. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ പ്രസൻസ് ഉള്ളതനുസരിച്ചിട്ട് ഓൺ ആകാനും അതുപോലെ മോഷൻ അനുസരിച്ചിട്ട് ഓൺ ആകാനും ഒക്കെ ഇത് നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് സെൻസേഴ്സ് വേണം. അപ്പൊ പല ടൈപ്പ് സെൻസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ലൈറ്റിംഗ് ലെവല്, അതായത് ഒരു റൂമിൽ നമ്മളൊരു ലൈറ്റിംഗ് ലെവൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ നിശ്ചിത ലൈറ്റിംഗ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ ലൈറ്റിംഗ് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ ലെക്സ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റിംഗ് സെൻസേഴ്സ് ഉണ്ടാവും. ഈ ഒക്കുപ്പൻസി ആൻഡ് മോഷൻ സെൻസേഴ്സിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? PIR സെൻസേഴ്സ് അഥവാ പാസീവ് ഇൻഫ്രാറെഡ് സെൻസേഴ്സും പിന്നെ MW സെൻസർ അല്ലെങ്കിൽ മൈക്രോവേവ് സെൻസേഴ്സും ആണ് വരുന്നത്. ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം നമുക്ക് നോക്കാം. എന്താണ് PIR സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഹ്യൂമൻ ബീയിങ് അല്ല, നമുക്ക് ഈ ജീവനുള്ളതിനെല്ലാം ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലേ, ഒരു നമുക്കൊരു നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ ഈ ബോഡി ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന സെൻസേഴ്സ് ആണ് പാസീവ് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. എന്ത് ഹീറ്റ് ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും അത് ഒരു വേവ് ലെങ്ത്, അതായത് ഒരു റേഡിയേഷൻ ഉണ്ട്. ആ റേഡിയേഷനാണ് നമ്മൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ് ഉണ്ടാവുക. അപ്പൊ ആ ഇൻഫ്രാറെഡ് റേഡിയേഷനെ സെൻസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന സെൻസേഴ്സ് ആണ് PIR അഥവാ പാസീവ് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. അതേസമയത്ത് മൈക്രോവേവ് സെൻസേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കേട്ടിട്ട് ഇപ്പൊ ഉദാഹരണം ഡോപ്ലർ എഫക്റ്റ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു ആംബുലൻസ് ദൂരെ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും, അത് അടുത്ത് വരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെയാണ്? അതിന്റെ സൗണ്ടിലുള്ള വ്യത്യാസം അല്ലെ. നമുക്ക് അടുത്ത് വരുന്നതനുസരിച്ചിട്ട് നമുക്ക് പിച്ച്, അതായത് ഫ്രീക്വൻസി, അതായത് ആ സൗണ്ടിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹയർ പിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തടുത്ത് വരുന്നതനുസരിച്ചിട്ട് ആ സൗണ്ടിന്റെ പിച്ച് ഹയർ ആവും. അതുപോലെ തന്നെ ദൂരേക്ക് പോകുന്നതനുസരിച്ചിട്ട് ഇപ്പൊ നമ്മൾ ആംബുലൻസ് നമ്മളെ കടന്നു പോകുമ്പോഴത്തേക്ക് ദൂരേക്ക് പോകുന്നതനുസരിച്ചിട്ട് ഈ സൗണ്ട് ലെവലിന്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരും. അപ്പൊ നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റും, ദൂരേക്ക് പോകുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതേ എഫക്റ്റ് തന്നെയാണ്, അതേ ടെക്നോളജി തന്നെയാണ് നമ്മൾ ഈ മൈക്രോവേവ് സെൻസേഴ്സിൽ യൂസ് ചെയ്യുന്നത്. ഇതേ ഡോപ്ലർ എഫക്റ്റ് ആണ്. അപ്പൊ ഈ സെൻസേഴ്സ് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇന്നോഡിബിൾ ആണ്, നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു മൈക്രോവേവ് സിഗ്നൽസ് ഇത് സെൻഡ് ചെയ്തിട്ട് ആ തിരിച്ചു വരുന്ന റിട്ടേൺ, ആ പ്രതിഫലിച്ചു വരുന്ന സൗണ്ട് വേവിനെ അനലൈസ് ചെയ്തുകൊണ്ടാണ് ആൾക്കാർ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടോ എന്ന് അത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിന് രണ്ടിനും അതിൻ്റെതായ അഡ്വാൻറ്റേജും അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഉദാഹരണം ഇപ്പൊ നമ്മുടെ PIR സെൻസർ നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇപ്പോൾ നമ്മുടെ യൂഷ്വലി നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 37 ഡിഗ്രീസ് ആണ് അല്ലെ.
അപ്പോൾ ഒരു ആംബിയൻ ടെമ്പറേച്ചർ നമുക്കൊരു 37 ഡിഗ്രിയുടെ ഒക്കെ മേളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആ സെൻസിങ് വളരെ കറക്റ്റ് ആയിരിക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ഡിഗ്രിയുടെ മേളിലേക്ക് ആംബിയന്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റൂമിലുള്ള ഐറ്റംസും എല്ലാം അതുപോലെ തന്നെ ചൂടാവുകയാണെന്നുണ്ടെങ്കിൽ PR സെൻസർ മാൽഫങ്ഷൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൈക്രോവേവ് സെൻസേഴ്സ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പോൾ റൂമിൽ ഒരു ജനറൽ കട്ടൻ ഉണ്ട്, ആ കട്ടൻ ഒരു കാറ്റത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൈക്രോവേവ് സെൻസർ അതൊരു മൂവ്മെന്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്ത് ലൈറ്റിനെ ഓഫ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള പരിമിതികൾ അതിനുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിംഗ് ലെവൽ സെൻസർ ലെഗ് സെൻസർ ആണ്. അത് നമുക്കറിയാം, നമ്മൾ യൂഷ്വലി ലൈറ്റ് ലെവൽ സെൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫോട്ടോ ഇലക്ട്രിക് സെൻസേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലൈറ്റ് ലെവൽ സെൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സെൻസേഴ്സ് നമുക്ക് വരുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്? നമ്മൾ ഏതർ ഓൺ ഓഫ്, അതായത് ആവശ്യമുള്ളപ്പോഴത്തേക്ക് സ്വിച്ച് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ലൈറ്റ്സ് ഓൺ ചെയ്യുക, അല്ലെ. നമുക്ക് ഒന്നുകിൽ ആവശ്യമുള്ള സമയത്ത് ലൈറ്റ്സ് ഓൺ ചെയ്യുക, ആവശ്യമില്ലാത്ത സമയത്ത് ലൈറ്റ്സ് ഓഫ് ചെയ്യുക. അപ്പോൾ ഓൺ ഓഫ് കൺട്രോൾ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ഓഫ് പ്ലസ് ഡിമ്മിങ് കൺട്രോൾ. അതായത് നമ്മൾ പറഞ്ഞ കണക്ക് ഒരു നിശ്ചിത അളവ് ലെക്സ് ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത് കുറയുവാണെങ്കിൽ, ലെക്സ് ലെവൽ കുറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രകാശം കൂട്ടണം, അല്ലെങ്കിൽ ലെക്സ് ലെവൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഓവർ ലൈറ്റിംഗിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിം ചെയ്ത് പ്രകാശം കുറയ്ക്കണം. അപ്പൊ അതിനെ നമ്മൾ ഡിമ്മിങ് കൺട്രോൾ എന്ന് പറയും. അപ്പൊ ഇത് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺ ഓഫ് നമുക്കറിയാം ബൈനറി, അതായത് നമ്മളൊരു ഓൺ സിഗ്നൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ്സ് ഓൺ ആവണം, ഓഫ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്ലൈ അതിലേക്കുള്ള സപ്ലൈ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അത് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കൺട്രോൾ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓഫ് ആകണം. അപ്പൊ അങ്ങനെ ബൈനറി ഓൺ ഓഫ് കൺട്രോൾ ആണ്. അതേസമയത്ത് ഇവിടെ ഡിമ്മിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വേരിയബിൾ ആയിട്ടുള്ള സിഗ്നൽ വേണം, അല്ലെ, ഒരു അനലോഗ് സിഗ്നൽ വേണം. യൂഷ്വലി 0 to 10 വോൾട്ട് അല്ലെങ്കിൽ 1 to 10 വോൾട്ട് ആണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രകാശത്തിനനുസരിച്ചിട്ട് അത് ലൈറ്റിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഈ ഉണ്ടാകുന്ന വോൾട്ടേജ്, അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശം കൂടുമ്പോഴത്തേക്ക് വോൾട്ടേജ് കുറവായിരിക്കും. അതായത് പ്രകാശം വളരെ കൂടുകയാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് 10ൽ നിന്ന് താഴേക്ക് 5, 6, 4 അല്ലെ 5, 4, 3 എന്ന് പറഞ്ഞിട്ട് താഴേക്ക് വരും, വോൾട്ടേജ് താഴേക്ക് വരും. പ്രകാശം കൂടുന്നതനുസരിച്ചിട്ട് വോൾട്ടേജ് താഴേക്ക് വരും, പ്രകാശം കുറയുന്നതനുസരിച്ചിട്ട് വോൾട്ടേജ് കൂടും. അപ്പൊ ഇത് സെൻസ് ചെയ്തിട്ട് ആണ് നമ്മൾ സെൻസറിൽ നിന്ന് ഇത് സെൻസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡിമ്മേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കണക്കൊരു വേരിയബിൾ ഔട്ട്പുട്ട് സിഗ്നൽ കൊടുക്കുകയും ചെയ്യും. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. അഥവാ നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് ബൈ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ, ഏതർ വയർലെസ്സോ അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർഡ് ഡാലി പോലെ ഉള്ള ഈ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുക. അടുത്തായിട്ട് എന്തൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ആണ് പറയുന്നത്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റിംഗ്, ഒരു ഫിറ്റിംഗിൽ വിത്ത് സെൻസറോട് വരുന്നതാണ്, അതായത് ലൈറ്റ് ഫിറ്റിംഗ്സ് വിത്ത് സെൻസർ. അപ്പൊ അതിനകത്ത് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ PR ഈ പറഞ്ഞ കണക്ക് മൈക്രോവേവോ അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് സെൻസേഴ്സോ, യൂഷ്വലി PR അല്ലെങ്കിൽ മൈക്രോവേവ് പ്ലസ് നമുക്ക് ഈ പറഞ്ഞ കണക്ക് ലെക്സ് ലെവലും കൂടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുകൊണ്ട് ഒരു ഫോട്ടോ ഇലക്ട്രിക് സെൻസേഴ്സ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് വരുന്നത്. ഒന്ന് പ്രസൻസ് അല്ലെങ്കിൽ മൂവ്മെന്റ് അറിയാൻ വേണ്ടിയിട്ടും, പിന്നെ ഒന്ന് ലെക്സ് ലെവൽ നോക്കിയിട്ട് നമുക്ക് ഡിം ചെയ്യാനോ അല്ലെങ്കിൽ ബ്രൈറ്റൻ ചെയ്യാനോ വേണ്ടിയിട്ടുള്ള കൺട്രോളിന് വേണ്ടിയിട്ട് രണ്ട് സെൻസേഴ്സ് കമ്പൈൻഡ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിറ്റിംഗിൽ തന്നെ, ആ ലൈറ്റ് ഫിറ്റിംഗിൽ തന്നെ ഇൻഡിവിജ്വലി നമുക്ക് ആ കൺട്രോളർ സെൻസറും കൂടി വരുന്നത് കൊണ്ട് ആ സെൻസറിനനുസരിച്ചിട്ട് തന്നെ ലൈറ്റ് ഓൺ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ബ്രൈറ്റ് അല്ലെങ്കിൽ ഡിം ആവുകയോ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? ലെക്സ് ലെവൽ നമ്മൾ സെറ്റ് ചെയ്യണം. നമുക്ക് എന്തൊക്കെയാണ് സെറ്റിംഗ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ലെക്സ് ലെവൽ, അതായത് ലൈറ്റ്സ് ഓൺ ആവാനുള്ള ലെക്സ് ലെവൽ നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ അത് കണക്ക് ടൈം ഡിലേ, അതായത് ഇപ്പൊ നമുക്ക് ഒരു കോറിഡോറിലാണ് വെക്കുന്നതെങ്കിൽ ഒരാൾ വന്നു, ഒരാൾ അതിന്റെ കീഴിലൂടെ നടന്നു പോയിട്ട് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ടല്ല ഓഫ് ആകുന്ന, ഒരു ചെറിയൊരു ടൈം ഡിലേ കഴിഞ്ഞിട്ട് വേണം അത് ഓഫ് ആകാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ റേഞ്ചും കൂടെ, ഡിറ്റക്ഷൻ റേഞ്ചും കൂടെ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഒന്നിലധികം ലൈറ്റ്സ് ആണ് കോറിഡോറിൽ വരുന്നതെങ്കിൽ മറ്റൊരു ലൈറ്റിന്റെ കൺട്രോൾ ഏരിയയിലേക്ക് നമ്മുടെ നമ്മൾ ഒരു ലൈറ്റിന്റെ ഇത് പോകാൻ പാടില്ല. അതായത് രണ്ടിനും രണ്ട് ഡിറ്റക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഡിറ്റക്ഷനും കൂടി സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഈ മൂന്ന് സാധനങ്ങളാണ് നമ്മൾ സാധാരണ ഒരു സിംഗിൾ സെൻസർ, അതായത് സെൻസർ ഒരു ഫിറ്റിംഗിൽ വിത്ത് സെൻസർ വരുന്നതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. ഒന്ന് ലെക്സ് ലെവല്, സ്വിച്ച് ഓൺ ഓഫ് ചെയ്യാനുള്ള ലെക്സ് ലെവല്, പിന്നെ ടൈം ഡിലേ, അതുപോലെ തന്നെ ഡിറ്റക്ഷൻ റേഞ്ച്, ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇതിപ്പോ പിക്ചർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആണ്. അതായത് ഒരാൾ അതിന് കീഴിലേക്ക് വരുന്നതനുസരിച്ചിട്ട് അത് സെൻസ് ചെയ്തിട്ട് ഓരോരോ ലൈറ്റ് ആയിട്ട് ഓൺ ആകും. ആ ഡിലേ കഴിഞ്ഞിട്ട് അത് ഓഫായി പോകും. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ഡിസൈൻ ആണല്ലേ, വലിയ വയറിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. കാര്യം ഇൻഡിവിജ്വൽ സെൻസേഴ്സ് ആണ് ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ലൈറ്റ്സുകൾ തമ്മില് നമുക്ക് വയറിംഗ് ഒന്നും വരുന്നില്ല.
അതുപോലെ തന്നെ ഈസിയാണ്, റിട്രോഫിറ്റ് ചെയ്യാനും ഈസിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഈ ഇൻ ബിറ്റ്വീൻ വയറിങ്ങുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഓരോരോ ലൈറ്റ്സ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാനും പറ്റും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കൂടുതലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫിറ്റിംഗ്സിലും സെൻസേഴ്സ് വരുന്നുണ്ട്. അപ്പം സെൻസേഴ്സിന്റെ പ്രൈസും കൂടി അല്ലെങ്കിൽ സെൻസേഴ്സിന്റെ കോസ്റ്റും കൂടി അത് അഡീഷണൽ ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിരിക്കും. അതുപോലെ തന്നെ യൂസർ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു കോറിഡോറിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് അടിയിലേക്ക് വരുമ്പോഴാണ് ഇത് ഓൺ ആവുന്നത് അല്ലെ. നമുക്കപ്പോൾ ഇരുട്ടിലേക്ക് നടന്നു പോകുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതായത് മുന്നോട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇത് നമ്മൾ അതിന്റെ ഡിറ്റക്ഷൻ റേഞ്ചിൽ വരുമ്പോൾ മാത്രമാണ് ആ ലൈറ്റ് ഓൺ ആവുന്നത്. അതൊരു ലിമിറ്റഡും ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഇരുട്ടിലേക്ക് നടന്നു പോകുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ സ്ലേവ് കോൺഫിഗറേഷൻ ആണ്. മാസ്റ്റർ സ്ലേവ് കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ സെൻസർ മാസ്റ്റർ ആയിരിക്കും, ഒരു മാസ്റ്റർ സെൻസർ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ആളിന്റെ മൂവ്മെന്റ് വരുമ്പോൾ തന്നെ മാസ്റ്റർ സെൻസർ സെൻസ് ചെയ്തതിന് ശേഷം ഒരു ഡിലേയിലൂടെ ബാക്കി മുന്നോട്ടുള്ള ഈ ലൈറ്റ്സിനെ എല്ലാം ഓൺ ആക്കും. അപ്പൊ ഇവിടെ ഒരു സെൻസറേ വരുന്നുള്ളൂ. ഈ സെൻസറാണ് ഈ ഗ്രൂപ്പ് ഓഫ് ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ, അതായത് കുറച്ചും കൂടെ എക്കണോമിക് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻസറേ വരുന്നുള്ളൂ. നമ്മൾ മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലൈറ്റ് ഫിറ്റിംഗിലും സെൻസേഴ്സ് വരുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മളൊരു സിംഗിൾ സെൻസറാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു മാസ്റ്റർ ലൈറ്റ് ആണ് അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ഫിറ്റിംഗ് ആണ് ബാക്കിയുള്ള ലൈറ്റ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂസർ എക്സ്പീരിയൻസും കുറച്ചും കൂടെ ബെറ്റർ ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി എല്ലാ ലൈറ്റുകളും ഓൺ ആവുന്നുണ്ട്. നമ്മൾ വാക്കിംഗ് ടുവേർഡ്സ് ലൈറ്റ് ആണ് വരുന്നത്. നമുക്ക് മറ്റേലാണെങ്കിൽ നമ്മളൊരു ഡാർക്ക്നെസ്സിലേക്ക്, അതായത് ഇരുട്ടിലേക്ക് നടന്നു പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകുന്നതെങ്കിൽ ഇവിടെ നമുക്ക് പ്രകാശമുണ്ട്. നമ്മൾ ആ പ്രകാശത്തിലേക്ക് പോകുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിംഗ് കോംപ്ലക്സ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു മാസ്റ്ററും പിന്നെ ബാക്കിയുള്ള ലൈറ്റ്സും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ വയറിംഗ് കുറച്ച് കോംപ്ലക്സ് ആണ്. അതായത് ഈ മാസ്റ്റർ ടു സ്ലേവ് വയറിംഗ് കൂടെ അഡീഷണൽ ആയിട്ട് വരും. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ് കൺട്രോൾ ആണ്. വയർലെസ് കൺട്രോളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡിഫറെന്റ് വയർലെസ് കൺട്രോൾ ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ഉണ്ട്. ഇപ്പം ഇതിനകത്ത് മെയിൻലി ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫിലിപ്സിന്റെ മാസ്റ്റർ കണക്ട് എന്ന് പറഞ്ഞ വയർലെസ് ടോപ്പോളജി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കസാംബി എന്ന് പറഞ്ഞിട്ടൊരു വയർലെസ് ടോപ്പോളജി ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോക്കിയയിലെയും ബ്ലൂടൂത്തിലും വർക്ക് ചെയ്തിരുന്ന എഞ്ചിനീയേഴ്സ് അവര് ഫോം ചെയ്ത ഒരു പ്രോട്ടോകോൾ ആണ്. ഈ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം നമ്മൾ എങ്ങനെയാണ് ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് ആരെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മളെങ്ങനെ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആരെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളുടെ പേര് പറയും അല്ലെ. അപ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവത്തുള്ളൂ. അതുപോലെ തന്നെ ഈ കേൾക്കുന്ന, അതായത് ആ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്കല്ല, ഇപ്പൊ ടീച്ചർ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ കേൾക്കുന്ന കുട്ടികൾക്കെല്ലാം ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ ടീച്ചർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ ഈ കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയാൽ മാത്രമേ ഇവർ പറയുന്ന കാര്യം ടീച്ചറിനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ നമ്മൾ ഡിഫറെന്റ് മാനുഫാക്ചേഴ്സ് ആയിരിക്കും. ഇപ്പൊ ലൈറ്റ് ഉണ്ടാക്കുന്നതും കൺട്രോളർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഡിഫറെന്റ് ലൈറ്റ്സ് ഉണ്ടാവും. അപ്പൊ ഡിഫറെന്റ് മാനുഫാക്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ ഓരോ മാനുഫാക്ചേഴ്സും കോമൺ ആയിട്ട് ഒരു ലാംഗ്വേജ് സംസാരിക്കണം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് അതിനെ എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു കോമൺ ആയിട്ട് ഒരു പ്രോട്ടോകോൾ സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മനസ്സിലാവുള്ളൂ അല്ലെ. ഒരു ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്കെല്ലാം ഒന്നുകിൽ ഇംഗ്ലീഷ് അറിയണം, അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇംഗ്ലീഷിനെ പരിഭാഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു ട്രാൻസ്ലേറ്റർ വേണം, ഒരു ഇന്റർഫേസ് വേണം. അപ്പൊ അതിനെയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അതായത് ടീച്ചർ പറയുന്നതിനെ കേട്ട് പരിഭാഷപ്പെടുത്തുന്നതിനാണ് ഒരു ഇന്റർഫേസ്, ഒരു ഇന്റർപ്രറ്റർ വേണം. അതിനെയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിക്ക് മലയാളം അറിയത്തുള്ളൂ, കുട്ടി പറയുന്നത് ഇംഗ്ലീഷിലേക്ക് ടീച്ചറിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലും അവിടെ ഒരു ഇന്റർപ്രറ്റർ വേണം. അപ്പൊ അതിനെയാണ് നമ്മൾ ഇന്റർഫേസസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ടീച്ചറും കുട്ടികളും എല്ലാം ഒരേ ലാംഗ്വേജ്, ഒരേ പ്രോട്ടോകോൾ സംസാരിക്കണം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ വയർലെസ് കൺട്രോൾ പ്രോട്ടോകോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഡാലി വയർഡ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആ ഡിവൈസസ് ഈ പറഞ്ഞ കണക്ക് നമ്മൾ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഈ സെൻസേഴ്സും ഈ പറഞ്ഞ കൺട്രോളറും അതുപോലെ തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സ്, അതിനെയാണല്ലോ നമ്മൾ ഓൺ ഓഫ് ചെയ്യുന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഈ വരുന്ന സിഗ്നൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും, അത് മനസ്സിലാക്കിയാൽ മാത്രമേ അതിനനുസരിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കോമൺ ഒരു ലാംഗ്വേജിനെയാണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ അതിനെ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കമ്പനീസും
ചിലപ്പോൾ ഫിലിപ്സ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോട്ടോകോളാണ് ഫിലിപ്സിന്റെ മാസ്റ്റർ കണക്ട് എന്ന് പറയുന്നത്. അതുപോലെ കസാംബി എന്ന് പറയുന്നത് വേറൊരു തേർഡ് പാർട്ടി ഒരു പ്രോട്ടോകോളാണ്. ഇത് ഈ പറഞ്ഞ നോക്കിയയിലെയും ബ്ലൂടൂത്തിലെ എഞ്ചിനീയേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്താണ് ഈ കസാംബി എന്ന് പറഞ്ഞൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഹബ്സെൻസ്, പഴയ ഓസ്റാം എന്ന് പറഞ്ഞ ഓസ്റാമാണ് ഇപ്പൊ ഇൻവെൻട്രോണിക്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഓസ്റാംകാർ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ് ഹബ്സെൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ വയർലെസ് പ്രോട്ടോകോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം ഇതൊരു ഫിലിപ്സിന്റെ മാസ്റ്റർ കണക്റ്റിന്റെ ഒരു സ്കീമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെൻസേഴ്സ് ഉണ്ട് അല്ലെ, ഡിഫറെന്റ് ടൈപ്പ് സെൻസേഴ്സ് ഉണ്ട്. അപ്പൊ ഈ സെൻസേഴ്സ് ആണ് സെൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതാണ് നമ്മൾ ഇതിനെ ഇത് ചെയ്യുന്നത്. നമ്മുടെ ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് ഡിവൈസസ്, ഈ ലൈറ്റ്സിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സെൻസേഴ്സ് ഉണ്ട്, ഈ സെൻസേഴ്സ് പ്ലസ് നമുക്ക് ഈ ലൈറ്റ് ഫിറ്റിംഗ്സ് ഉണ്ട്. അപ്പൊ ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ബ്ലൂടൂത്ത്, ഏതൊരു ബ്ലൂടൂത്തിൽ അല്ലെങ്കിൽ സിഗ്ബി. അപ്പോൾ സിഗ്ബി എന്ന് പറയുന്ന ഒരു വയർലെസ് പ്രോട്ടോകോൾ ആണ്. അതായത് നമ്മളിപ്പോൾ പറയുന്ന കണക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം എന്ന് പറയുന്ന കണക്ക്. അപ്പോൾ ഡിവൈസസ് തമ്മിൽ നമുക്ക് ബ്ലൂടൂത്തോ അല്ലെങ്കിൽ സിഗ്ബി പ്രോട്ടോകോളിലോ അവർക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇത് ആ കോമൺ ലാംഗ്വേജിനെയാണ് നമ്മൾ ഈ പറഞ്ഞ സിഗ്ബി അല്ലെങ്കിൽ ബ്ലൂടൂത്ത്, ഈ രണ്ട് പ്രോട്ടോകോളാണ് ഫിലിപ്സിന്റെ മാസ്റ്റർ കണക്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഇത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്. ഇപ്പോൾ ഉദാഹരണം ആ ഒരു പർട്ടിക്കുലർ ലൈറ്റ് ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് അത് ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവിടുത്തെ ലൈറ്റിന്റെ ലെവലും കൂടെ സെൻസ് ചെയ്യണം അല്ലെ. ലൈറ്റ് ലെവല് അല്ലെങ്കിൽ അവിടെ ലൈറ്റ് ഇപ്പം വേണ്ട, പ്രസൻസ് ഇല്ല, ആൾക്കാരില്ല, അത് അറിഞ്ഞിട്ട് സെൻസർ പറയും അവിടെ ഒരു ആബ്സെൻസ് ആണ്, അവിടെ അതിന്റെ ആവശ്യമില്ല, ലൈറ്റ് ഓഫ് ചെയ്യാമെന്ന് കൺട്രോളറിലേക്ക് പറയുമ്പോഴത്തേന് കൺട്രോളർ അത് സെൻസ് ചെയ്തതിന് ശേഷം അത് അവിടുത്തെ ഔട്ട്പുട്ട് ആ ലൈറ്റിനെ ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓൺ ചെയ്യുകയോ, ആൾ വരുമ്പോഴത്തേന് ഓൺ ചെയ്യുകയോ ചെയ്യുക. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ തമ്മിൽ, ഈ ഡിവൈസസുകൾ തമ്മിൽ വയേർഡ് അല്ലാണ്ട് വയർലെസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടോപ്പോളജി. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പൊ നമ്മുടെ ക്യാമറാസ് ഉണ്ടല്ലേ, വയർലെസ് ക്യാമറാസ് ഉണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൊബൈലിലേക്ക് നമുക്ക് ഈ പറഞ്ഞ വിഷ്വൽസ് എല്ലാം നമുക്ക് അതിനകത്തേക്ക് കിട്ടും, നമുക്ക് റെക്കോർഡിങ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള അതേ രീതിയിൽ ഈ ഡിവൈസസ് നമുക്ക് വയർലെസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ടൈപ്പ് ഇതിനാണ് നമ്മൾ വയർലെസ് കൺട്രോൾ ടോപ്പോളജി എന്ന് പറയുന്നത്. അതിൽ ഒരു കമ്പനി ഫിലിപ്സുകാർ ഉപയോഗിക്കുന്നതാണ് മാസ്റ്റർ കണക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ മാസ്റ്റർ സ്ലേവ് അല്ലെങ്കിൽ സെൻസർ ഫിറ്റിങ്ങിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇന്നെന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ് ടെക്നോളജിയാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ ചെയ്യേണ്ട കാര്യം അധികം വരുന്നില്ല അല്ലെ. അതിലേക്കുള്ള ഈ പറഞ്ഞ നമുക്ക് ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാനായിട്ട് നമ്മളൊരു ഫേസും, സിംപ്ലി പറയുകയാണെങ്കിൽ ഫേസിന്റെ നോട്ടിൽ മാത്രം കണക്ട് ചെയ്താൽ മതി. അല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ കൺട്രോളിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വയറിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് വളരെ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് ഫ്ലെക്സിബിൾ ആണ്. ഇപ്പം നമുക്കിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം, ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ റിട്രോഫിറ്റ് ചെയ്യാനും ഈസിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ഇന്റർവയറിംഗ് ഒന്നും വരുന്നില്ല. ഇപ്പൊ ഒരിടത്ത് ലൈറ്റ് ഓഫ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്ക് വേറെ ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്കത് പ്ലഗ് ആൻഡ് പ്ലേ വഴി, വേറെ കാര്യങ്ങളൊന്നുമില്ല, നമുക്കത് ഈസി ആയിട്ട് നമുക്ക് റിട്രോഫിറ്റ് ചെയ്യാൻ പറ്റും. അല്ല, കമ്മീഷനിങ് സിമ്പിൾ ആണ്. നമുക്ക് മൊബൈലോ അല്ലെങ്കിൽ ടാബ്ലറ്റോ ഒക്കെ വെച്ചിട്ട് ഇത് കമ്മീഷൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇതിന്റെ കമ്മീഷനിങ് വളരെ സിമ്പിൾ ആണ്. അല്ല, ലെസ് ഹാർഡ്വെയർസ് ആണ്. ഇത് ആപ്പ് ബേസ്ഡ് ആണ്. ഏതൊരു നമുക്ക് ഈ പറഞ്ഞ മൊബൈലിലോ ടാബ്ലറ്റോ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ബാക്കിയുള്ള സെറ്റിംഗ്സും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് മൊബൈലിൽ ഈ പറഞ്ഞ ടാബ്ലറ്റിൽ അവരുടെ അതായത് കമ്പനികളുടെ ആപ്ലിക്കേഷൻ, ഇപ്പൊ ഫിലിപ്സിന്റെ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്ത്, അതായത് കൺട്രോളറുമായിട്ട് കണക്ട് ചെയ്ത് ഈ എല്ലാ ഡിവൈസസിനെ, അതായത് ലൈറ്റ് ഫിറ്റിംഗ്സിനെ അതുപോലെ തന്നെ നമുക്ക് സെൻസേഴ്സിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഡിറ്റക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ കോറിഡോർ ഹോൾഡ്, ഇപ്പൊ ഉദാഹരണം നമ്മുടെ തൊട്ടടുത്ത് ഒരു മുറിയിൽ ഒരാളുണ്ട്, അപ്പൊ അയാൾ ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ അയാളുടെ വെളിയിലുള്ള എൻട്രൻസിന്റെ അല്ലെങ്കിൽ എക്സിറ്റ് ലൈറ്റ് ഓൺ ആയിരിക്കണം. അപ്പൊ അതേ രീതിയിൽ നമുക്ക് കോറിഡോർ ലൈറ്റ്, ഇപ്പൊ ഉള്ളിൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈറ്റും കൂടെ ഹോൾഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് ലോജിക്കൽ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഒരു ലക്സ് ലെവൽ ഇപ്പൊ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ ഒരു റൂമിൽ നമുക്കൊരു 400 ലക്സ് വേണം എന്ന് വെച്ചോ. അപ്പൊ 400 ലക്സിനേക്കാളും കുറയോ അല്ലെങ്കിൽ കൂടിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈറ്റ് ഫിറ്റിംഗ്സിനെ ഡിം ചെയ്യോ അല്ലെങ്കിൽ ബ്രൈറ്റൻ ചെയ്തുകൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് പോസിബിൾ ആണ്. അതിൽ ഗ്രൂപ്പായിട്ട് നമുക്ക് ഗ്രൂപ്പ് സെറ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-12 ലൈറ്റ്സിന് നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് അതിന് ഗ്രൂപ്പായിട്ട് ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് നമുക്ക് ഓഫ് ചെയ്യുകയോ ചെയ്യാൻ പറ്റും. അതുപോലെ കളർ സെലക്ഷൻ പറ്റും. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് കളർ കറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളറിന് ഒരു ടെമ്പറേച്ചർ ഉണ്ട്, അതനുസരിച്ചിട്ടാണ് നമുക്ക് പറഞ്ഞ
നമ്മൾ കാണുന്ന കളർ വരുന്നത് അല്ലെ, പച്ചയോ നീലയോ അല്ലെങ്കിൽ ചുവപ്പോ എന്നൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളർ ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ ആ കളറിന്, അതായത് നമുക്ക് നമ്മുടെ സീനറിക്ക് പറ്റിയ രീതിയിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനും നമുക്ക് പറ്റും, കളർ സെലക്ഷൻസിനും പറ്റും. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ടു ഇൻസ്റ്റാൾ, എക്സ്ട്രാ വയേഴ്സിന്റെ ആവശ്യമില്ല, വയർ ഫ്രീ സ്വിച്ചസും സെൻസേഴ്സും ആണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ വലിയ കോസ്റ്റുള്ള IT ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒന്നും വേണ്ട. ഇപ്പൊ നമ്മളിപ്പോൾ ഡാലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോട്ടോകോളൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിലധികം ഡിവൈസസ് നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ടറോ ഗേറ്റ് വേ ഒക്കെ വേണ്ടി വരും. അതുപോലെ തന്നെ കമ്മീഷനിങ് ചെയ്യുന്നത് നമുക്ക് ഫോണോ ടാബ്ലറ്റ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്, ഫ്ലെക്സിബിൾ ആണ്. അത് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റാനോ അല്ലെങ്കിൽ റിട്രോഫിറ്റ് ചെയ്യാനോ നമുക്ക് ഈസിയാണ്. അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കലി പറഞ്ഞ വയർലെസ് കൺട്രോൾ കൊണ്ടുള്ള ഗുണങ്ങൾ. അല്ല, അടുത്ത നെറ്റ്വർക്ക് ആണ്, അടുത്ത ഈ പറഞ്ഞ വയർലെസ് ഇതാണ് കസാംബി എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂടൂത്ത് റേഡിയോ, അതായത് ബ്ലൂടൂത്ത് എന്ന് നമ്മൾ പറയില്ലേ, ബ്ലൂടൂത്ത് റേഡിയോ സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ മൊബൈല് ബ്ലൂടൂത്ത് ഉണ്ട്, നമ്മൾ രണ്ടാമതൊരു മൊബൈല് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് കണക്ക് ആ ബ്ലൂടൂത്ത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സും അല്ലെങ്കിൽ സെൻസേഴ്സും ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് നമുക്കിപ്പോ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഡീപ്പായിട്ട് പറയുന്നില്ല. അപ്പൊ ഇവർ ഉപയോഗിക്കുന്ന ഈ മെഷ് ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കസാംബി ഡെവലപ്പ് ചെയ്താണ്, കസാംബി തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു മെഷ് ടെക്നോളജിയാണ്. അതായത് ഓപ്പൺ, നമ്മൾ സാധാരണ ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ടെക്നോളജിയാണ്. നിങ്ങൾക്കും ഇപ്പൊ ഞാനൊരു മൊബൈൽ ഫോൺ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോട്ടോകോൾ പഠിച്ചതിന് ശേഷം അതേ പ്രോട്ടോകോളിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതൊരു ഓപ്പൺ പ്രോട്ടോകോളാണ്. നമ്മൾ ആർക്കും പൈസയോ അല്ലെങ്കിൽ ലൈസൻസ് ഫീയോ ഒന്നും കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. ഓപ്പൺ ആയിട്ട് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാം, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ആ രീതിയിൽ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ആർക്കും ലൈസൻസോ അല്ലെങ്കിൽ റോയൽറ്റി ഒന്നും കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ കസാംബി എന്ന് പറഞ്ഞാൽ പ്രൊപ്പറേറ്ററി ആണ്. അത് നമ്മൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസാംബിക്ക് നമുക്ക് എന്തെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ലോയൽറ്റിയോ അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ഫീസോ ലൈസൻസ് ഫീസോ ഒക്കെ കൊടുക്കേണ്ടി വരും. അതൊരു പ്രൊപ്പറേറ്ററി ആണ്. പിന്നെ മൾട്ടിപ്പിൾ മാനുഫാക്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കസാംബിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കസാംബി പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കുന്ന ലൈറ്റ് ഫിറ്റിംഗ്സും സെൻസേഴ്സും ഒക്കെ നിറയെ അവൈലബിൾ ആണ്. ഡിഫറെന്റ് കമ്പനീസ്, ഇപ്പം പല കമ്പനീസും ലൈറ്റിംഗ് ഫിറ്റിംഗ്സ് ഉണ്ടാക്കുന്ന കമ്പനികളും സെൻസേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനികളും എല്ലാം ഈ പ്രോട്ടോകോളിനെയും കൂടെ ഈ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡിവൈസസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പല ഈ സെൻസേഴ്സും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം, വൈഡ് റേഞ്ച് ഓഫ് സെൻസേഴ്സും ലൈറ്റിംഗ്സും എല്ലാം ഡിഫറെന്റ് കമ്പനികളുടെ ഈ കസാംബി പ്ലാറ്റ്ഫോമിലുള്ളത് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാലിയെ പറ്റി നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വൈഡ് ടോപ്പോളജി വരുമ്പോഴത്തേക്കും നമുക്ക് ഡാലിയെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാലിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടും, അതായത് ഇപ്പോൾ ഒരിടത്ത് വന്നു ഡാലി നെറ്റ്വർക്ക്, അവിടെ ഡാലിയാണ് നമ്മൾ വൈഡ് പ്രോട്ടോകോൾ ആണെങ്കിൽ വൈഡ് ടോപ്പോളജിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് കുറച്ച് ഭാഗം വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യണം, അതായത് വയർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഡാലിയെ കൂടി ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡാലിയെ ഒന്ന് വയർലെസ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കസാംബി ഒരു കൺട്രോളറും ബാക്കിയുള്ള ഈ പറഞ്ഞ കസാംബി സപ്പോർട്ട് ചെയ്യുന്ന ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഡാലിയിൽ തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. പിന്നെ വരുന്നത് അടുത്ത ഒരു പ്രോട്ടോകോൾ ആണ് ഹബ്സെൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പഴയ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓസ്റാം എന്ന് പറഞ്ഞ പഴയ ഓസ്റാം ഇപ്പോഴത്തെ ഇൻവെൻട്രോണിക്സ് ചെയ്യുന്നതാണ്. ഇവര് ഓപ്പൺ ബ്ലൂടൂത്ത് ആണ് ഉപയോഗിക്കുന്നത്, അതായത് ക്വാളിഫൈഡ് ബ്ലൂടൂത്ത് മെഷീൻ പറഞ്ഞിട്ട് ഓപ്പൺ ബ്ലൂടൂത്ത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് നമുക്ക് വേറൊന്നും വേണ്ട, ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലൈറ്റ് ഫിറ്റിംഗ്സും സെൻസേഴ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിനെ ഇന്റർഫേസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ വയർലെസ് കൺട്രോൾ ആണ്, അതായത് ഡാലി. അപ്പോ എന്താണ് നമുക്ക് ഡാലി എന്നും കൂടി നമുക്ക് നോക്കാം. ഡാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ അഡ്രസബിൾ ലൈറ്റ് ഇന്റർഫേസ് ആണ് ഡാലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഡാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിജിറ്റൽ അഡ്രസബിൾ ലൈറ്റ് ഇന്റർഫേസ് ആണ്. ഇതൊരു ഓപ്പൺ പ്രോട്ടോകോൾ ആണ്. നമ്മൾ നേരത്തെ ബ്ലൂടൂത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ പ്രോട്ടോകോൾ ആണ്. ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാലി പ്രോട്ടോകോളിൽ വിത്തൗട്ട് ലോയൽറ്റി, വിത്തൗട്ട് ലൈസൻസ് ഫീ നമുക്കും ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് ഡാലി കമ്പാറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാലി പ്ലാറ്റ്ഫോമിലുള്ള പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ ഇറക്കി സെല് ചെയ്യാൻ പറ്റും. ഇതൊരു സിമ്പിൾ 2 വയർ കമ്മ്യൂണിക്കേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വയർ മാത്രം മതി ഈ ഡിവൈസുമായിട്ട് നമുക്ക് ഡിവൈസിൽ നിന്ന് സെൻസ് ചെയ്യാനും ഡിവൈസിനെ ഈ പറഞ്ഞ ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് നമ്മൾ ഡിവൈസിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ നമുക്കൊരു 2 വയറിൽ ചെയ്താൽ മതി. അതുപോലെ തന്നെ പവർ കൺട്രോൾ നമുക്ക് ഒരേ രീതിയിൽ തന്നെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ ഇൻഡക്ഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് മൾട്ടികോർ, ഇപ്പം ഒരേ റൂട്ടിൽ തന്നെ, അല്ലെങ്കിൽ നമുക്ക് മൾട്ടികോർ കേബിൾ, ഇപ്പൊ ഒരു 5 കോർ കേബിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വയർ ഈ ഡാലി കൺട്രോളിന് വേണ്ടിയിട്ടും ബാക്കി ഫേസ്, ന്യൂട്രൽ, എർത്ത്
നമുക്ക് അങ്ങനെ ഒരേ മൾട്ടികോഡിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ ചെയ്യാൻ പറ്റും. പിന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഡാലി വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 വോൾട്ട് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു 0 to 10 വോൾട്ട് അല്ലെങ്കിൽ 1 to 10 വോൾട്ട് അനലോഗസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഡിജിറ്റൽ ആണ്. അതായത് 16 വോൾട്ട് ബൈനറി 16 വോൾട്ട് അല്ലെങ്കിൽ 0 വോൾട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 16 വോൾട്ട് ഡാലി യൂസ് ചെയ്യുന്നത് 16 വോൾട്ട് ആണ്. അതുപോലെ മാക്സിമം 250 MA ആണ് ഒരു ലൈനിൽ. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് താഴേക്ക് പറയാം. പിന്നെ ഇവിടെ പൊളാരിറ്റി ഒന്നുമില്ല. നമ്മുടെ ഈ കൺട്രോളിന് പൊളാരിറ്റി ഒന്നുമില്ല. അതായത് ഇപ്പൊ പറയുകയാണ് ഒരു പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ പൊളാരിറ്റി ഒന്നുമില്ല. ആ രണ്ട് വയർ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. അത് ഡിജിറ്റൽ ആണ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മാറിപ്പോകുക എന്നല്ല, അതിന് പ്രത്യേകിച്ച് ഒരു പൊളാരിറ്റി ഇല്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ 2 വയർ കണക്ട് ചെയ്യാം. വേറെ കേബിൾ ഷീൽഡിംഗ് ഒന്നും ആവശ്യം വരുന്നില്ല. യൂഷ്വലി 4 കോർ അല്ലെങ്കിൽ 5 കോർ അല്ലെങ്കിൽ 6 കോർ മൾട്ടി കോർ കേബിൾസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം എർത്ത് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം നമ്മൾ 3 ഫേസ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് മൾട്ടി കോർ കേബിള് അതിനകത്ത് 2 കേബിൾ നമ്മൾ ഡാലിക്ക് വേണ്ടി, അതായത് ഡാലി അഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഡാലിയുടെ ഒരു സ്ട്രക്ചർ. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ പവർ സപ്ലൈ പ്ലസ് കൺട്രോളർ ആണ്. നമ്മളൊരു പവർ സപ്ലൈ കൊടുക്കണം. അപ്പോൾ ഒരു ഡാലിക്ക് ഒരു ബേസിക് ആയിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർ സപ്ലൈ നമ്മൾ കൊടുക്കണം. പിന്നെ ഡാലി ഡിവൈസസ്, അതായത് നമ്മൾ ഈ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസസ്, അതായത് നമ്മുടെ ഫ്ലൂറസെന്റ് ബെല്ലാസ്റ്റ് ആവാം, അല്ലെങ്കിൽ HID ബെല്ലാസ്റ്റ് ആവാം, LED കൺവേർട്ടേഴ്സ് ആവാം, ഹാലജൻ ആവാം, ഇൻകൻഡസന്റ് കൺവേർട്ടേഴ്സ് ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റിനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തിനും വേണ്ടിയിട്ടുള്ള ഒരു റിലേ ആകാം, അല്ലെങ്കിൽ അനലോഗസ് ആയിട്ട് നമുക്ക് വേരി ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു 4020 മില്ലി ആംസ് ഡിവൈസ് ആകാം, അല്ലെങ്കിൽ ഒരു ഡാലി IR റിസീവർ ആകാം. ഇതെല്ലാം നമുക്ക് ഈ ഡാലിയിലേക്ക് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡാലി കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഗേറ്റ് വേ വരും. അതായത് ഇപ്പൊ ഒന്നിലധികം ഡാലി കൺട്രോളേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മളൊരു ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൺട്രോളർ, ഒരു ലൈനിന് ഒരു കൺട്രോളർ വേണം. അപ്പൊ ഇതിൽ നമുക്ക് ഇങ്ങനെയാണ് ഇതിന്റെ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു ട്രീ സ്ട്രക്ചർ, അത് സ്ട്രക്ചർ താഴേക്ക് പറയാം. ഇത് സെൻസേഴ്സ് ആണ്, ഇത് അതിന്റെ സ്വിച്ചസ് ആണ്, ഇതൊരു PR സെൻസർ ആണ്. അങ്ങനെ ഡിഫറെന്റ് ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് കൺട്രോളേഴ്സ്, ഡാലി സ്വിച്ചസ്, ഡാലി സെൻസേഴ്സ്, ഡാലി IR ട്രാൻസ്മിറ്റേഴ്സ്, അല്ലെങ്കിൽ ഡാലി 4020 മില്ലി ആംസ് റിസീവേഴ്സ്, ഇതെല്ലാം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതിനെല്ലാം നമ്മൾ കൺട്രോൾ ഡിവൈസസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സെൻസേഴ്സ് അല്ലെ, സെൻസേഴ്സ് അല്ലെങ്കിൽ കൺട്രോൾ ഡിവൈസ്. ഡാലി കൺട്രോളർ കൂടി ഒരു കൺട്രോളറാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സെൻസേഴ്സ് അല്ലെങ്കിൽ കൺട്രോൾ ഡിവൈസസ് എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കൺവേർട്ടറോ അല്ലെങ്കിൽ ബെല്ലാസ്റ്റോ കാര്യങ്ങളോ എല്ലാം വേണം. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡാലി ഡിവൈസസ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ടോപ്പ്. നമ്മൾ അതിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ബസ് വയറിങ്. അപ്പൊ നമുക്ക് ഡിവൈസസ് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഒരു ബസ് ഫോം ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്റ്റാർ വയറിങ്, ഹബ് ആൻഡ് സ്പോക്ക്, അതായത് ഒരു ഹബ് ഉണ്ട്, നിറയെ സ്പോക്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു സ്റ്റാർ വയറിങ് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രീ വയറിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ബേസിക്കലി ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ട്രീ വയറിങ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ട്രീ വയറിങ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ലൈൻ വയറിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് വയറിങ്, ഏതാണ് ആർക്കിടെക്ചർ വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഡാലി ഒരു ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ലൈറ്റ്സിനെ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു അഡ്രസ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. ഫിസിക്കലി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ഇതിനെല്ലാം ഒരു അഡ്രസ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ക്ലാസിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ ഓരോ ആൾക്കും ഓരോ പേരുണ്ടല്ലേ, സുമേഷ്, രതീഷ്, അനിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് ഓരോ പേരുണ്ടല്ലേ. അത് കണക്ക് ഇവരെല്ലാം നമുക്ക് ഒരു പേരിട്ടിട്ട് നമ്മൾ കൺട്രോളറിനടുത്ത് പറയുന്നു ഇന്ന ആളുടെ അഡ്രസ്സ് അല്ലെങ്കിൽ ഇന്ന ആളുടെ പേര് ഇതാണ് എന്നുള്ള ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിപ്പം അഡ്രസ്സ് 1 ഇതിനെ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യണം. അപ്പൊ അവിടെ ആള് വന്നിട്ടുണ്ട്, നമ്മുടെ സെൻസർ വഴി പറഞ്ഞ അവിടെ ആൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ റൂമിലെ ലൈറ്റ് ഓൺ ചെയ്യണം. അപ്പോൾ കൺട്രോളർ എന്ത് ചെയ്യും? അഡ്രസ് 1 ഓൺ എന്ന് പറഞ്ഞ് ഒരു കമാൻഡ് കൊടുക്കും. അപ്പൊ ബാക്കിയുള്ള എല്ലാ ലൈറ്റ് ഫിറ്റിംഗ്സും കേൾക്കുന്നുണ്ടെങ്കിലും അഡ്രസ് 1 പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ, നമ്മൾ ഇന്ന ആളിനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ കമാൻഡ് കൊടുക്കുന്നത്. സോ അഡ്രസ് 1 മാത്രം ഓൺ ആകും. ബാക്കിയുള്ളവരെല്ലാം കമാൻഡ് കേൾക്കുന്നുണ്ടെങ്കിലും അവര് അത് മൈൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ അവര് ഇപ്പൊ എന്തോ പൊസിഷനിലാണ് ഇരിക്കുന്നത് ആ രീതിയിൽ അവിടെ ഇരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ടേൺ ഓൺ ഓഫ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിം ബ്രൈറ്റൻ ചെയ്യാനോ അല്ലെ ഡിം ചെയ്യാനോ അല്ലെ ഡിം അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലാമ്പിന്റെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഓൺ കമാൻഡ് കൊടുത്തു, അത് ഓൺ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഫോൾട്ടി ആണോ വർക്കിംഗ് ആണോ, അതുപോലെ തന്നെ എത്ര മണിക്കൂർ ആ ലൈറ്റ് ഓൺ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള സ്റ്റാറ്റസ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡാലി ഡിവൈസിന്റെ സ്റ്റാറ്റസ്,
നമുക്ക് എടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ഡാലി ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോൾ ഡിവൈസസിന്റെ സ്റ്റാറ്റസ് നമുക്ക് എടുക്കാൻ പറ്റും. അടുത്തത് നമുക്ക് സീൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് സീൻസ് എന്ന് പറയുന്നത്? ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം, ഇപ്പൊ നമുക്ക് ഓരോ ഡിവൈസിനും നമുക്ക് ഒരു 16 സീൻസ് നമുക്ക് സെറ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന്റെ ലൈറ്റ് ലെവല്, ഉദാഹരണം സീൻ 1 എന്ന് പറയുന്നത് ഈ അഡ്രസ് 2 സീൻ 1 എന്ന് പറയുന്നത് 40% ലൈറ്റ് ലെവലാണ്, സീൻ 2 എന്ന് പറയുന്നത് 100% ലൈറ്റ് ലെവലാണ്, സീൻ 3 എന്ന് പറയുന്നത് 70% ലൈറ്റ് ലെവലാണ്. അങ്ങനെ നമുക്ക് ഇൻഡിവിജ്വലി ഒരു 16 സീൻസ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ഡിവൈസിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇപ്പൊ കോമൺ ആയിട്ട് ഇപ്പൊ നമുക്കൊരു ഗ്രൂപ്പ് കൺട്രോളിന് വേണ്ടി ഇപ്പൊ നമ്മുടെ കൺട്രോളറിൽ നിന്ന് നമ്മളൊരു സീൻ 2 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, സീൻ 2 സെറ്റ് ചെയ്യാനായിട്ടാണ് ഡിവൈസസിനോട് പറയുന്നതെങ്കിൽ ഈ പറഞ്ഞ ഡിവൈസസ് എല്ലാം സീൻ 2 അതിന്റെ സീൻ 2 എന്താണ് എന്ന് നോക്കിയിട്ട്, ഉദാഹരണം ഇപ്പം ഇവിടുത്തെ സീൻ 2 എത്രയാണ്, എന്താണ് 100%, അതായത് അഡ്രസ് 2 100% ലൈറ്റ് ലെവലാണ്, അതായത് ഫുൾ ബ്രൈറ്റൻ ആവുക എന്നുള്ളതാണ്. അതേ സമയത്ത് അഡ്രസ് 1 വരുന്നത് 70%ലേക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഗ്രൂപ്പായിട്ട് ഒരു സീൻ കമാൻഡ് കൊടുത്തുകൊണ്ട് നമുക്ക് ഇൻഡിവിജ്വലി 16 സീൻസ് നമുക്ക് ഓരോ ഡിവൈസിനെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു ഗ്രൂപ്പ് കൺട്രോൾ പറ്റും. ഉദാഹരണം നിങ്ങളിപ്പോൾ ഒരു പ്രസന്റേഷന് വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു റൂമാണ്, നമ്മുടെ ഒരു കോൺഫറൻസ് റൂമാണ്. ആ കോൺഫറൻസ് റൂമിൽ നമ്മളൊരു പ്രസന്റേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പ്രസന്ററിന്റെ അടുത്തുള്ള ആ ഭാഗത്തുള്ള ലൈറ്റ്സ് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഡിം ചെയ്യണം, അല്ലെങ്കിൽ ഇത് ബ്രൈറ്റൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്കോ അവിടെ വരികയാണ്, അപ്പൊ അതിന് രീതിയിൽ നമുക്ക് തന്നെ ആംബിയൻസ് സെറ്റ് ചെയ്യണം. അങ്ങനെ ഓരോ ആ റൂമിലെ ആംബിയൻസിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇതിന് നമ്മുടെ എന്താണോ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആ ഒക്കേഷൻ അനുസരിച്ചിട്ട് നമുക്കൊരു ആംബിയൻസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ലൈറ്റ് ആയിട്ട് ഡിം ചെയ്യുക സ്വിച്ച് ചെയ്യുന്നതിന് പകരം നമുക്ക് ഗ്രൂപ്പായിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇൻഡിവിജ്വലി 16 സീൻസ് നമുക്ക് ഓരോ ഡിവൈസിനെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഈ പറഞ്ഞതൊക്കെ നമുക്ക് ഒരു സിംഗിൾ കമാൻഡിലൂടെ അതിനെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ ഇതാണ് അതിന്റെ സീൻ സെറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് സെറ്റിംഗും ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ഓൺ ഓഫ് ചെയ്യണം, ഒരു ഗ്രൂപ്പ് ഓഫ് ലൈറ്റിന് നമുക്ക് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ലൈറ്റിന് നമുക്ക് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് കണക്ക് തന്നെ നമുക്ക് 16 ഡിഫറെന്റ് ഗ്രൂപ്പുകളിൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഓരോ ലൈറ്റ് ഫിറ്റിംഗ്സിനെ അല്ലെങ്കിൽ ഓരോ ഡിവൈസിനെ നമുക്ക് ഏതൊക്കെ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ മൾട്ടിപ്പിൾ ഗ്രൂപ്പിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോ ഉദാഹരണം ഇപ്പൊ ഇവിടെ നമുക്ക് കൺട്രോളർ ഗ്രൂപ്പ് ടു ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു കമാൻഡ് പോവാണ്. അപ്പൊ എന്താ വരുന്നത്, ഇപ്പൊ അഡ്രസ് 2 എന്ന് പറയുന്നത് ഗ്രൂപ്പ് 2 പെടുന്നതല്ല, അപ്പൊ അഡ്രസ് 1 എന്ന് പറയുന്നത് ഗ്രൂപ്പ് 2 പെടുന്നതാണ്. അപ്പൊ ഈ ഗ്രൂപ്പ് 2 പെടുന്ന, അതായത് അഡ്രസ് 1 ഓഫ് ആവും, ബാക്കിയുള്ളതെല്ലാം ഓൺ ആയിട്ട് നിൽക്കും. അങ്ങനെ നമുക്ക് ഗ്രൂപ്പായിട്ട് ഇതിനെ അഡ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമുക്ക് ഒരു സിംഗിൾ കമാൻഡിലൂടെ സീൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിംഗിൾ കമാൻഡിലൂടെ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ലൈറ്റ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. മറ്റിടത്ത് നമുക്ക് അതിന്റെ ലൈറ്റ് ലെവല് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോളിൽ നമുക്കറിയാം, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 ബിറ്റ് അല്ലെങ്കിൽ 16 ബിറ്റ് ഒരു ഡേറ്റയാണ് വിടുന്നത് അല്ലെ. അതിനകത്ത് അതിന്റെ ഒരു ടോപ്പോളജിയെ പറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ടോപ്പോളജിയെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഈ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്ന ആ സ്പീഡിനെയാണ് നമ്മൾ ബോർഡ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡാലി യൂസ് ചെയ്യുന്നത് 1200 ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് അതിന്റെ ബോർഡ് റേറ്റ് വരുന്നത്. ഹാഫ് ഡ്യൂപ്ലെക്സ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത് വിത്ത് കൊളിഷൻ ഡിറ്റക്ഷൻ. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒന്നിലധികം ഡാലി കൺട്രോളേഴ്സ് വരാം അല്ലെ. ഒരു ഡാലി കൺട്രോളർ വിത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡിവൈസസ്, അത് കഴിഞ്ഞിട്ട് വേണം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡാലി കൺട്രോളേഴ്സ് സെയിം ലൈനിൽ വരാം. അപ്പൊ 2 ഡാലി കൺട്രോളർ ഒരേ സമയത്ത് കമാൻഡ് കൊടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോ ഈ സിഗ്നലുകൾ തമ്മിൽ ഇടിച്ചിട്ട് കൊളിഷൻ വന്നിട്ട് ലോസ് ആയി പോകാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അതിന് എന്തെങ്കിലും എറർ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ എറർ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കൺട്രോളർ പറഞ്ഞേക്കുന്ന അത്രയും തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനൊരു ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു സംവിധാനവും ഉണ്ട്. അപ്പോൾ ആ ഒരു സംവിധാനവും ഉണ്ട്. അതായത് ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാനൊരു ഡിവൈസ് ആണ്, അപ്പൊ എൻ്റെ അടുത്ത് കൺട്രോളർ ഒരു കമാൻഡ് തന്നു. അത് കമാൻഡ് തന്നത് കൊളിഷൻ വഴി ലോസ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ കൺട്രോളർ അഗെയിൻ അത് നമുക്ക്, അതായത് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൺട്രോളർ വീണ്ടും അത് കമാൻഡ് റീഇഷ്യൂ ചെയ്യും. അഥവാ ഇതിനെന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയച്ചേക്കുന്നത് എറർ സിഗ്നൽ ആണ്, ഫുൾ സിഗ്നൽ, ഈ പറഞ്ഞ നമ്മൾ അതിനെ ഡേറ്റ എന്ന് പറയുന്നത് ഫുൾ ഡേറ്റ അല്ലെ. ഫുൾ അയച്ചേക്കുന്ന കമാൻഡ് നമുക്ക് റിസീവ് ആയിട്ടില്ല, അതിനകത്ത് എന്തോ എറർ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടോപ്പോളജി, ഒരു കൊളിഷൻ ഡിറ്റക്ഷനും കൂടെ അതിനകത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡാലി ലൈനിൽ നമുക്ക് 64 ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് നമുക്കൊരു ഡാലി ലൈനിൽ ചെയ്യാൻ പറ്റുന്നത്.
അപ്പം ഇതിന്റെ സ്പീഡിനെ പറ്റി പറയാനാണ്. ഇപ്പൊ ഒരു 64 ഫിറ്റിംഗ്സ് ഉള്ള ഒരു ഡാലി ലൈൻ ഒരു 16 റൂമിൽ 64 ഫിറ്റിംഗ്സ് ആണ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന ഓരോ കമാൻഡ്, ഇപ്പോൾ ഓരോ ഡിവൈസിനെ നമ്മളിപ്പോ അഡ്രസ് 1 ഓൺ ഓഫ്, ഇപ്പൊ എല്ലാം ഓഫ് ആയിരിക്കും, ഓൺ ആയിരിക്കുവാണ്. അതിനെല്ലാം നമ്മൾ ഓരോന്നിനായിട്ട് നമ്മൾ ഓഫ് ചെയ്ത് വീണ്ടും നമുക്ക് ഓൺ ചെയ്യണം. 64 എണ്ണത്തിനെ നമ്മൾ ഓഫ് ചെയ്ത് 64 എണ്ണത്തിനെ ഓൺ ചെയ്യാനായിട്ട് ലെസ് ദാൻ ഒരു സെക്കൻഡ് മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ലോ അല്ല. 1200 ബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് എനഫ് ആണ്. നമുക്ക് ഈ പറഞ്ഞ 64 ലൈറ്റ് ഫിറ്റിംഗ്സിനെ ഓഫ് ചെയ്ത് ഓൺ ചെയ്യാനായിട്ട് ലെസ് ദാൻ 1 സെക്കൻഡ് മതിയാവും. പിന്നെ ഡാലി ഡിവൈസസിന് ഒരു മെമ്മറി ഉണ്ട്. അത് EEPROM ആണ്, ഇലക്ട്രിക്കലി റേസബിൾ ആൻഡ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ് നമ്മൾ ഈ EEPROM എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഡാലി മെമ്മറീനെ നമ്മൾ ബാങ്കുകളായിട്ടാണ് പറയുന്നത്. 2 ബാങ്കുകൾ, യൂഷ്വലി 2 ബാങ്കുകളാണ് ഉള്ളത്. അത് ഈ പറഞ്ഞ മാനുഫാക്ചർ മെമ്മറി ബാങ്ക് 0 മെമ്മറി ബാങ്ക് 1 ആണ് ഉള്ളത്. ഒന്ന് മെമ്മറി ബാങ്ക് 0 എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിന്റെ ബാങ്ക് ആണ്. ഇവിടെ നമ്മളൊരു GTI ആണ്, അതായത് ഗ്ലോബൽ ട്രേഡ് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിവൈസസിനും, ഇപ്പം ഉദാഹരണം ഞാൻ ഉണ്ടാക്കുന്ന ഒരു 12 വാട്ട് ഒരു 20 വാട്ടിന്റെ ട്യൂബ് ഫിറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചോ. അപ്പൊ അത് 20 വാട്ടിന്റെ ട്യൂബ് ഫിറ്റിംഗ് ആണ് എന്നറിയാൻ വേണ്ടി, അതായത് എന്റെ കമ്പനിയുടെ പേര് ഓസ്റാം എന്നാണ്. അപ്പൊ ഞാൻ മാനുഫാക്ചർ ചെയ്യുന്ന 20 വാട്ട് ഒരു ട്യൂബ് LED ട്യൂബ് ഫിറ്റിംഗ് ആണ്. അത് അറിയാൻ വേണ്ടിയിട്ട് അതിനൊരു പർട്ടിക്കുലർ നമ്പർ കൊടുക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന 20 വാട്ട് ട്യൂബ് ഫിറ്റിംഗ്സ് എല്ലാം, അതായത് ഓസ്റാം എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കുന്ന 20 വാട്ട് ട്യൂബ് LED ട്യൂബ് ഫിറ്റിംഗ്സിനെല്ലാം ഒരു കോമൺ GTI നമ്പറാണ് ഉള്ളത്. അപ്പൊ ഈ GTI നമ്പർ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഏത് ലാമ്പാണ്, ഏത് ടൈപ്പ് ഫിക്ചറാണ്, അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഡിം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡിമ്മിങ് ലെവൽ എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ, ഇതെല്ലാം ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ കണക്ക് അവൈലബിൾ ആണ്, ഡേറ്റ അവൈലബിൾ ആണ്. അപ്പൊ ഈസിലി നമുക്ക് അതിനെ സ്കാൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റലേഷൻ ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ കമ്മീഷനിങ് പ്രോഗ്രാമിംഗ് ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു GTI നമ്പർ, കോമൺ ആയിട്ടൊരു GTI നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ അത് ഈ മെമ്മറി ബാങ്ക് 0 ഉണ്ടാവും. പിന്നെ ഈ കൺട്രോൾ ഗിയറിന്റെ ഫേംവെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ പറഞ്ഞൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഇന്റർപ്രറ്റർ അല്ലെങ്കിൽ ഒരു ഇന്റർഫേസ് നമ്മൾ പറഞ്ഞില്ലേ. കൺട്രോളർ പറയുന്നത് ലൈറ്റ് ഫിറ്റിംഗ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിലുള്ള ഒരു സോഫ്റ്റ്വെയർ, അതായത് ഈ ഹാർഡ്വെയർ, ഈ ലൈറ്റ് ഫിറ്റിംഗിൽ ഉള്ള ഒരു സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയർ ആണ് ഈ കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യുന്നതും ഇവിടെ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് കൊടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എല്ലാത്തിനും ഒരു ഫേംവെയർ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു പ്രിന്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രിന്ററിനകത്തും നമ്മൾ ഒരു ഫേംവെയർ ഉണ്ട്. അതായത് പ്രിന്റർ നമ്മൾ ഇങ്ങോട്ട് പറയുന്നത്, അതാണ് നമ്മുടെ ലാപ്ടോപ്പിൽ നമ്മൾ എന്താണ് പ്രിന്ററിന്റെ ഒരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറഞ്ഞത്. കാര്യം പ്രിന്റർ സംസാരിക്കുന്ന ഭാഷ ലാപ്ടോപ്പിന് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അത് പ്രിന്ററിന്റെ ഡ്രൈവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ഈ പ്രിന്റർ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ പ്രിന്ററിന്റെ ഫേംവെയറിൽ എന്താണ് നമ്മൾ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഇന്റർഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഡ്രൈവറെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ഡിവൈസസിലും ഈ പറഞ്ഞൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഫേംവെയർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫേംവെയർ വേർഷൻ, അതുപോലെ തന്നെ അതിന്റെ സീരിയൽ നമ്പർ, ഈ ഡിവൈസിന്റെ സീരിയൽ നമ്പർ അത് ട്രേസബിൾ ആണ്. ഇപ്പൊ ഞാനൊരു LED ട്യൂബ് ഫിറ്റിംഗ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സീരിയൽ നമ്പർ ട്രേസ് ചെയ്തിട്ട് അത് ഏത് വർഷമാണ്, അത് ഏത് ബാച്ചിലാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അതായത് ട്രേസബിൾ ആയിട്ടുള്ള ഒരു സീരിയൽ നമ്പർ. ഇത്രയാണ് അതിന്റെ മെമ്മറി ബാങ്ക് 0 വരുന്നത്. ഇനി മെമ്മറി ബാങ്ക് 1 എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു OEM ആണ്, ഞാനാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അല്ല ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് GTI ഇത് കണക്ക് കൊടുക്കാം, ഒരു സീരിയൽ നമ്പർ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്രസ് അല്ലെങ്കിൽ സബ്സിസ്റ്റം അല്ലെങ്കിൽ ഡിവൈസ് നമ്പർ ഇൻഫർമേഷൻ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാം. ലാമ്പിന്റെ ടൈപ്പ് നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാം. പിന്നെ അഡീഷണൽ ആയിട്ട് വേറെ നമുക്കിപ്പം അതിന്റെ കളർ, ഡിഫറെന്റ് കളർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് മെമ്മറി ബാങ്ക് 1 വരുന്നത്. ഇതെല്ലാം EEPROM ആണ്, ഇലക്ട്രിക്കലി റേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയിലാണ് ഇത് സ്റ്റോർ ആവുന്നത്. ഇതാണ് ഡാലി മെമ്മറി. അപ്പൊ ഡാലി ഡിവൈസസിനെല്ലാം ഒരു മെമ്മറി ഉണ്ട്.